നേടാവിന്റെ മെഗാ ഇവന്റ് ആണ് ഈ ഒരു വേദിയിൽ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ സ്റ്റാർസ് എന്ന് പറയുന്ന ഞങ്ങളുടെ 24 ഗായകർ തന്നെയായിരുന്നു. കേരളത്തിലുള്ള അതിപ്രശസ്തരായിട്ടുള്ള 24 ഗാനമേള ഗായകരെയായിരുന്നു നിങ്ങൾക്ക് മുന്നിലേക്ക് പാടാം നേടാം എന്ന ഈ ഒരു ഷോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. സോ അവരുടെ ആ ഒരു സംഗീത വിരുന്നോടെ ഞങ്ങളുടെ പാടാം നേടാമിന്റെ സ്പെഷ്യൽ മെഗാ ഇവന്റ് ഞങ്ങൾ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ശ്രീയേട്ട ഒരു സെമി ക്ലാസിക്കൽ ടച്ചോടെയാണ് കേട്ടോ ശ്രീയേട്ട ഞങ്ങളുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബിജു മാങ്കോടും ഒപ്പം തന്നെ ഷാജി എം ധരനും. രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം. മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം. മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം. തൊടുതുടെ വിടരും പൂവിൻ കവിളിൽ പടരും രാഗം. തുടുതുടെ വിടരും പൂവിൻ കവിളിൽ പടരും നിർവൃതിരാഗം. രാഗം ഹംസധ്വനിരാഗം കളഹംസധ്വനിരാഗം. ധ്വനി രാഗം. ദാഹം സംഗമദാഹം ജീവനിലാടും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം. ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം. കളരാതാടും തിരയുടെ പദതാളം. തളരാതാടും തിരയുടെ പദതാളം. രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം. രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം. രാഗിണിയാം പ്രിയവസുദേ അനുരാഗിണിയാം പ്രിയവസുദേ പുഷ്പപരാഗം നെറുകയിലണിയൂ. അനുരാഗിണിയാ പ്രിയവസുദേ പുഷ്പപരാഗം നെറുകയിലണിയൂ. വർണ്ണവിരാജിതമാം ഋതുരാജസദസ്സിൽ ഋതുരാജസദസ്സിൽ രാഗം. താനം പല്ലവി പാടൂ. രാഗം താനം പല്ലവി
പാടൂ. രാഗം മാരുതരാഗം മലയ മാരുതരാഗം സുരഭിലമേതോ സ്മൃതിയുടെ ലഹരിയിൽ നിറയും മിഴിയോടെ വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം. വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം. മലയ മാരുതരാഗം. നിദപഗദപഗരി രാഗം. ദദനിദാനി പദനിദാനി ഗപനിദാനി സനിദ നിദപ പഗരി ഗപ മാരുതരാഗം. ഗരിസനിദനി റിസനിദപഗ സനിദപഗപ മലയ മാരുതരാഗം. പാടാം നേടാവിന്റെ ഈ ഒരു മെഗാ ഇവന്റിൽ സെമി ക്ലാസിക്കൽ ടച്ച് ഉള്ളൊരു സോങ് ആയിരുന്നു രണ്ടുപേരും എടുത്ത് പാടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് സോങ് ആയിരുന്നു ശ്രീയേട്ട അതിന്റെ ഇന്റർകാസ്റ്റസ് ഒക്കെ. കാരണം വേറെ ഒന്നുമല്ല, പല രാഗങ്ങൾ മാറി വരുന്നുണ്ട്. അതൊക്കെ ചേർന്ന് പാടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും അസാധ്യമായിട്ട് പാടി. അസാധ്യമായിട്ട് പാടി. കാരണം ഞാൻ ഒരു വർഷമായിട്ട് കേൾക്കുന്നതാണ്. കാരണം ജനങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ നല്ല പാട്ടുകാരാണെന്നുള്ളത്. അതായത് നന്നായിരുന്നു, വെരി ഗുഡ്. കാരണം നല്ല സെലക്ഷൻ, സാങ് ഗുഡ്. ഔസേപ്പച്ചൻ സാർ, ഈ ഒരു സോങ് സെലക്ഷനെ പറ്റി സാറിന് എന്താ തോന്നുന്നേ? അതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ ഈ ഒരു പാട്ട് നമ്മൾ ഒരുപാട് വേദികളിൽ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഡൗട്ടായിരുന്നു. ഇത് ഞാനും ശ്രീകുട്ടനായിട്ട് പറയുമായിരുന്നു, ഇത് കമ്പോസിഷൻ ഒന്നാമത് വ്യത്യസ്തമായ പല രാഗങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരിക്കുകയാണ്. എന്താ പറയുക, ഒരു മെഡ്ലി, രാഗങ്ങളുടെ മെഡ്ലി. അപ്പം അത് ആരായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുക? എന്തായാലും കുറച്ച് പഴയതാണെന്നറിയാം. അത് ദേവരാജൻ മാഷായിരിക്കും എനിക്കും തോന്നി. അപ്പോൾ തെറ്റിയില്ല. കാലഘട്ട കഥ തന്നെ. MBSന്റെ മനോഹരമായിട്ടുള്ള ONV സാറിൻ്റെ വരികൾ രണ്ടു പേരും സൂപ്പറായിട്ട് പാടും. ഐ ലവ് ഇറ്റ്. കാരണം പ്രത്യേകിച്ച് ഇത്തരം ഒരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വന്ന് പാടുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇത് കേട്ട പാട്ട് തന്നെ ഒരുപാട് ആവർത്തിച്ച പാട്ടുകൾ വീണ്ടും പാടി കേൾക്കുമ്പോൾ നമുക്കത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. പക്ഷേ ഒരു പുതിയ തുടക്കം മുതൽ അവസാനം വരെ ബോറടിച്ചില്ല. എന്താണെന്നറിയോ, ഈ പാട്ടിൻ്റെ അടുത്തത് എന്താണ്, അടുത്ത രാഗം ഏതാണ്, അടുത്തത് എങ്ങനെയാണ് വരാൻ പോകുന്നത്, ട്യൂൺ എങ്ങനെയാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പാടാൻ പോകുന്നത്, ഇത് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ഇത് തന്നെയായിരിക്കും നമ്മൾ കാണുന്നവർക്കും ഉണ്ടാവുക. അല്ലേ? മാത്രമല്ല ഏട്ടാ, ഈ ഷോയുടെ തുടക്കം ഈ പാട്ട് വളരെ അല്ലേ ഈ ഗാനം നമ്മുടെ ഭാവഗായകൻ ഇതിങ്ങനെ ഒരു പാട്ടാണ് പാടാൻ പോണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പാട്ടിന്റെ ഒരു വിഷമം അറിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ്. എന്നിട്ട് PK കേശവൻ നമ്പൂരി എന്ന് പറഞ്ഞ പ്രശസ്തനായ സംഗീത സംവിധായകൻ ജയേട്ടൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും അദ്ദേഹമാണ് പിടിച്ചുകൊണ്ടുപോയി MBSന്റെ മുമ്പിൽ ഇരുത്തി, നീ ഇത് പഠിച്ച് പാടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ പാടിയ പാട്ടിനാണ് അവാർഡ് കിട്ടിയത്. ജയേട്ടൻ ഈ പാട്ട് പാടാതെ രക്ഷപ്പെടാൻ നോക്കിയൊരു കഥാപാത്രമാണെന്ന് ജയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് കേട്ടപ്പോൾ അതാ ഓർമ്മ വന്നു. മനോഹരമായ ഗാനമാണ്. ബന്ധനത്തിലൊരു കച്ചേരി സീനാണ് സുകുമാരൻ ഇരുന്ന് കേൾക്കുന്നതായിട്ടും ഒക്കെ. ശ്യാം സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു സംഗീത ആസ്വാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടത്. സോ എന്നെ സമയം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ പാട്ടാണ് ഞങ്ങൾ വെച്ച് തുടങ്ങിയെന്നാണ്. കാരണം എനിക്കൊരു ചെറിയ അസുഖമുണ്ട്. ഔസേപ്പച്ചന് വളരെ നന്നായി അറിയാം. ഈ രാഗങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ഒരു പാട്ട് കേട്ടാൽ, സിനിമ പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ ഒരു മെലഡി കേട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പല പാട്ടുകൾ കേട്ടിട്ട്. പലപ്പോഴും സിനിമ പാട്ടുകൾ രാഗങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല, അതിൽ പല കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചോളം ഈ പാറ്റേൺ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് കേൾക്കും നമ്മൾ. ആ പാറ്റേണിൻ്റെ സീക്രട്ട് എന്താ? ആ സീക്രട്ട് ശരിക്കും രാഗത്തിലാണ് കോഡിഫൈ ചെയ്തിരിക്കുന്നത്. ചില സ്വരങ്ങളുടെ ചില പ്രത്യേക രീതിയിലുള്ള പ്രോഗ്രഷൻ കൊണ്ടാണ് ആ മെലഡി ഉണ്ടാവുന്നത്. ആ മെലഡി എങ്ങനെ ചെയ്താലും അതിന് ഭംഗിയുണ്ടാവും.
അപ്പോൾ ഇത് പഠിക്കാനായിട്ടുള്ള എൻ്റെ ശ്രമത്തിൻ്റെ തുടക്കം വാസ്തവത്തിൽ 90s ആണെന്ന് തോന്നുന്നു. അവിടെയാണ് തുടങ്ങുന്നത്. ശ്രീരാഗം എന്താണ്, ഹംസധ്വനി എന്താണ്, വസന്ത എന്താണ്, മലയമാരുത് എന്താണ്, ഇതെൻ്റെ മനസ്സിൽ ഇംപ്രിൻറ്റഡ് ആണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്കത് റെഫറൻസ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പാട്ടെടുത്ത് പാടി നോക്കും ഞാൻ സ്വയം. ആ ഹംസധ്വനി ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് സംഗീത ആസ്വാദകർക്കും പ്രത്യേകിച്ചും സംഗീത വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണത് മലയാളത്തിൽ. ഔസേപ്പച്ചൻ പറഞ്ഞതുപോലെ ഇത് എന്തുകൊണ്ട് നമ്മളുടെ വേദികളിൽ കൂടുതൽ പാടുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ ഒരു സെലിബ്രേഷനായിട്ടുള്ള ഈ ഒരു വേദിയിൽ പാടാൻ തീരുമാനിച്ച നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. വളരെ വളരെ നന്നായി പാടി. ഗംഭീരം. ശുഭവന്തൂരാളി രാഗം അദ്ദേഹം ഇതേപോലെ കണ്ടുപിടിച്ചതാണ്. ഒരു പാട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് അത് ഏതാ രാഗം എന്ന് കണ്ടുപിടിച്ച് തൻ്റെ പടത്തിൽ ഈ രാഗം വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിത് ഉണ്ടാക്കി. എൻ്റെ ഭാഗ്യം നാഷണൽ അവാർഡ് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് പറയണം ഞാൻ. അത് കറക്റ്റാണ്. അല്ല തീർച്ചയായിട്ടും. ചേച്ചി ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ത് തോന്നി, രണ്ടുപേരും കൂടെ നിന്ന് കട്ടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ഗാനം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ? അത് എനിക്ക് ശരിക്കും ഞാൻ ആസ്വദിച്ചിങ്ങനെ കേൾക്കുമായിരുന്നു. വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു തുടക്കം ഈ ഒരു വേദിക്ക്, ഈ ഒരു സായാഹ്നത്തിനും. ഇതിനേക്കാളും ആപ്റ്റായിട്ടുള്ള ശ്രീകുട്ടേട്ടൻ പറഞ്ഞ പോലെ ഇതിനേക്കാളും അനുയോജ്യമായിട്ടുള്ളൊരു തുടക്കം നമുക്ക് വേറൊരു പാട്ടിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് പാടി. ഇൻഫാക്റ്റ് ചേട്ടൻ്റെ വോയിസ് ഞാൻ ശ്യാം സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഒരു യങ് ദാസേട്ടൻ്റെ ഒക്കെ വോയിസിൻ്റെ ചെറിയൊരു സാമ്യതയൊക്കെ തോന്നുന്നുണ്ട്. ചേട്ടൻ്റെ വോയിസിൻ്റെ ആ ഒരു ഡെപ്തും ഒക്കെ സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ശരിക്കും ആസ്വദിച്ചിരിക്കാൻ തോന്നി. അതേപോലെ ആ ഓരോ രാഗത്തിൻ്റെ അത് മാറുമ്പോഴും അതിൻ്റെ വരികളിലെ അർത്ഥങ്ങളും മാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മലയമാരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു യങ് ബ്രൈഡിനെ കുറിച്ച് പറയുന്നുണ്ട്, വധുവിൻ്റെ കണ്ണിൽ നിന്ന് വരുന്നൊരു കണ്ണീരിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകുമോ ശരിയാണല്ലോ, ഈ രാഗം കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇമോഷൻ കൂടി ഇതിൽ കണക്റ്റഡ് ആണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. സോ പല ലെയേഴ്സ് ഉള്ളൊരു ഗാനം എടുത്ത് നിങ്ങളിവിടെ അവതരിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. രണ്ടുപേരും അതിമനോഹരമായിട്ട് പാടുകയും ചെയ്തു. സൂപ്പർ. രണ്ടുപേർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പാടാം നേടാമിൻ്റെ ഈ ഒരു യാത്രയിൽ അല്ലേ എന്തുമാത്രം സന്തോഷമുണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളിന് ശേഷം ഇത്രയും വലിയൊരു വേദി അമൃത TV നൽകിയപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. അല്ല വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയപ്പോഴത്തേക്കും എന്ത് തോന്നിയാട്ടെ, എല്ലാവരും തിരിച്ചറിഞ്ഞ് വീണ്ടും റെക്കഗ്നൈസ് ചെയ്യുന്നു? സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനൊരു വലിയ പ്ലാറ്റ്ഫോം. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് സത്യം. പിന്നെ MG സാറിൻ്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ലെജൻഡ്സ് എല്ലാവരുടെയും മുന്നിൽ പാടാൻ കഴിഞ്ഞു. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. രണ്ടുപേർക്കൊരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ പാടാം നേടാം ഞങ്ങളുടെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് വർത്തിച്ചതിന് താങ്ക് യു സോ മച്ച്.